ഇന്ന് നമ്മൾ വൈറലായിട്ടുള്ള ബൺ മസ്കിൻ ചായയാണ് ഇറാനിറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കള്ളം, പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിനുള്ള ബട്ടറാണ്. ഇനിയും ഇത് റൂം ടെമ്പറേച്ചർ വെച്ച് ഇത് തന്നെ പ്രാകും. അതുകൊണ്ട് നമുക്കിത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിനായിട്ട് ഒരു കണ്ടൻസ് മിൽക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. നൂണിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾ ആരും നൂണിൽ നിന്ന് സാധനത്തിന്റെ ക്വാണ്ടിറ്റി അറിയാതെ മേടിക്കരുത്. ഞാൻ മേടിച്ച കണ്ടൻസ് മിൽക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല എൻ്റെ കയ്യിൽ കിട്ടിയത്. നോക്കൂ, വളരെ ചെറിയൊരു പാട്ടാണ് കിട്ടിയത്. ഞാൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തത്. നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത്രയും പ്രോഡക്റ്റ് നമുക്കിതിൽ വന്ന് ഇതെല്ലാം പാടിച്ചങ്ങോട്ട് എടുക്കണം, അല്ലെങ്കിൽ നഷ്ടമാണ്. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. അപ്പൊ കേസ് ഇതിനകത്തേക്ക് നമുക്കിനി കണ്ടൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കേസ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി വരുന്നത് കൈമുറിയാതെ കുറച്ച് നക്കി തിന്നണം. ഇതൊരു പ്രോഡക്റ്റ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നക്കി തിന്നതിന് ശേഷം കുറച്ച് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി. മധുരത്തിന് ആവശ്യമായിട്ട് മാത്രം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ അല്ലെങ്കിൽ നിങ്ങൾ കറണ്ട് വെച്ച് അങ്ങോട്ട് ഇളക്കിയാൽ മതി. ഞാൻ ബീറ്ററിൽ ഒരു ഇതിന്റെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല, ഒരെണ്ണം മാത്രം ഇടുമോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതിന് ഒരെണ്ണം മാത്രം ഇടുമോ? ഇതിന്റെ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഒരു ക്രീം. അപ്പൊ ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം കുറവാണ്. കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. മറ്റു ബീറ്റ് രണ്ടാമതും കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന് ടേസ്റ്റ് ഇല്ല, മധുരമില്ല. അപ്പൊ നമുക്ക് എഗെയിൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് മുഴുവൻ കണ്ടൻസ് മിൽക്ക് വേണമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇറാനി ചായക്ക് കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. കണ്ടൻസ് മിൽക്ക് ഓൾ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കണ്ടൻസ് മിൽക്ക് ഇല്ല. അപ്പൊ നമുക്ക് പഞ്ചസാര വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം. കണ്ടില്ലേ ഗൈസ്, മാജിക്. എനിക്ക് ഇങ്ങനത്തെ പല മാജിക്കുകളും കാണിക്കാറിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ മധുരം എനിക്ക് സ്റ്റിൽ കുറവായിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ പരുവം ഇങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ബണ്ണ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് തേക്കാം. ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെയും കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചതിനകത്ത് മാറ്റിയിട്ട് മുട്ടല ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇരിക്കാൻ കസ്റ്റമൈസ് ആവും. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഫുൾ പൾപ്പ് ചേർത്തിട്ട് ഫ്ലേവേർഡ് മസ്റ്റാ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ മുട്ടല കുറച്ച് ചേർക്കുന്നുണ്ട്. എന്തിനെങ്കിലും ഫ്രൂട്ടിന്റെ പാലെടുത്ത് അതിനേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലേവേർഡായിട്ടുള്ള മസ്ക് ഉണ്ടാക്കി. ഇത് നല്ലൊരു ഇതായിട്ടുണ്ട്. നമുക്ക് അതും പണിനകത്തേക്കാം. ഗൈസ്, മുട്ടല മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐ തിങ്ക് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക ഇതായിരിക്കും. എനിക്ക് ഇതായിട്ടും ഇഷ്ടം. ഓക്കെ ഗൈസ്, നമ്മൾ 3 ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 നോർമൽ ബൺ മസ്കയും പിന്നെ ഒരു മുട്ടല മസ്കയും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇറാനി ചായ ഉണ്ടാക്കാം. നമുക്കിനി ഇറാനി ചായ ഉണ്ടാക്കാം. ഈ ഒരു സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിനെ തമ്മിലാറായിട്ട് ഇത് വരുന്നില്ല. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിന്റെ തമ്മിടാനാണ്. ഫസ്റ്റ് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 4 പേരുണ്ട്. അങ്ങോട്ടും 2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ പങ്ക് പോകുന്നില്ല. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ദമ്മ് ചെയ്യാം. ആക്ച്വലി ഇതിന് 2 ഒഴിച്ചിട്ടാണ് ദമ്മ് ചെയ്യുന്നത്. നമുക്കതില്ല. നമുക്കത് ആദ്യം ഉണക്കാം. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് ഗ്യാസ് ഓണാക്കാം. ഇനി ഇതിലേക്ക് തിളയ്ക്കുമ്പോഴാണോ തേയിലയും ഏലക്കയുന്നത്, അതിന് മുന്നെയാണോ തേയിലയും ഏലക്കയും ഇടുന്നത് എന്നെനിക്ക് അറിയത്തില്ല. നോർമൽ ചായക്കൊക്കെ സാധനം തിളയ്ക്കുമ്പോഴാണ് ഇടുന്നത്. ഇരിക്കുന്ന സാധനം ഒന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പിച്ചിയൊക്കെയാണ് ഇടുക. തേയിലയാണ് ഇടുന്നത്.
ചെറിയ തേയിലയാണ് കാരണം സീല് പോലും പൊടിച്ചിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് മേടിച്ച തേയിലയൊന്നും അല്ല, വേറെ വീട്ടിലെ തേയിലയൊന്നും മേടിച്ചത്. ഏതായാലും വിശ്വസിച്ച് നമുക്ക് തേയില ഇതിന് കിട്ടും. ഷുഗർ ഇത് നമുക്ക് തീർച്ചയായിട്ട് ഇതാക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് സീൽ ചെയ്യാം. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാനൊരു പൊറോട്ടയ്ക്ക് പോലും ഇങ്ങനെ സീൽ ചെയ്തിട്ടില്ല, അപ്പം ഇതിൻ്റെ പതിപ്പ് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ വീട് കണ്ടത് ഇങ്ങനെയാണ്. ഒത്തന്റിക് ഇറാനി ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെ സീൽ ചെയ്തിട്ടാണ്. ഇതിൻ്റെ ആവി പുറത്ത് പോവുക എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ കേസൊക്കെ സീൽ ചെയ്ത് തീർന്നില്ല. ഇവരവരെയൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ബോളൊക്കെ എടുത്തിട്ട് ഇവരെയൊക്കെ സീൽ ചെയ്ത് വെക്കുക. അതിന് മുന്നേ പാത്രത്തിലൊരു ഊട്ട ഇടുന്നത് ഇപ്പോൾ വരുന്നില്ലേ, അത് നമുക്ക് അടക്കി ഉണ്ടേ. നമുക്ക് ആയുധം യൂസ് ചെയ്യാം. ഇത്ര കഠിനമേറിയ പരിഹാരം എനിക്ക് അറിയില്ലായിരുന്നു. ആ മാവ് വെന്തു ആവിയിലിരുന്നു. ഇനി ഇവിടെ നിന്നൊക്കെ ആവി ഇടുന്നത് നിങ്ങൾക്ക് അവിടെ എല്ലാം വെച്ചിട്ട് സീലി. ഇത് അമ്മരുന്നത് ഫ്ലോപ്പാണ് ഇപ്പൊ. എനിക്ക് നിന്റെ ഐഡിയില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സീൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ താവി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ചൂടെടുക്കുക. അപ്പൊ ഇത് ഏകദേശം അവിടെ ആയിട്ടുണ്ട്. കുറച്ച് നേരം തിളപ്പിക്കാൻ കേട്ടോ. ഈ നോൺസ്റ്റിക്കിന്റെ സാധനമായതുകൊണ്ട് ഐ ക്യാൻ സീ ഹിമൽ പാത്രത്തിൽ വെള്ളം പെട്ടെന്ന് പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ 2.5 ഗ്ലാസ് വെച്ചെങ്കിൽ കഴിക്കുന്നത് 1/2 ഗ്ലാസ് കഴിക്കാറും എനിക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പുറത്ത് മാവ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചെടുക്കാം. മതി. ഇപ്പൊ ഗൈസ് ഈ സാധനം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഇറക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ്സ് സീ. നമുക്ക് എന്തായാലും ചായക്ക് വേണ്ടിയിട്ട് പാല് ഒഴിക്കാം. പാല് വെള്ളം ചേർക്കാനാണ് എടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പാല് വെള്ളം ചേർക്കാനാണ് ഒഴിച്ച് കണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ 2 ഗ്ലാസ് 2 പേരെ കറന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ 4 കണ്ടല്ലായിരുന്നു. ആക്ച്വലി 4 പേരുണ്ട്, പക്ഷേ പാല് 2 പേർക്കേ ഉള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികളല്ലേ, വെള്ളം ചേർക്കാതെ പാല് തിളപ്പിക്കത്തില്ല. നീ ഇത് അങ്ങോട്ട് തിളപ്പിക്കുക. തേക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിനകത്ത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതെ കേട്ടോ. തൽക്കാലം നമുക്ക് വേറെ മധുരമൊന്നും ചേർക്കാൻ, കാരണം ഈ സാധനത്തിൽ നമ്മുടെ ഷുഗർ ചേർത്തിട്ടൊട്ട് ഇതടച്ച് വെച്ചിട്ട് ഇരുന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്യണം. ഇതും മിക്സ് ചെയ്യണം. അതിന് രണ്ടും കുറച്ച് ആറട്ടെ. കാര്യം ഞങ്ങളതിനെ ചൂടോടുകൂടി ഒന്നും കുടിക്കാറില്ല, ചായ കുടിക്കാറില്ല. അപ്പം അത് ആറട്ടെ. ഓക്കെ, നമ്മുടെ ബൺമസ്കേൻ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന ആളെ വിളിച്ചുണർത്താം. വീഡിയോ എടുക്കുന്നോട്ട് വായ കളച്ച് ഇത് നേരി വാ ചായ കുടിക്കാം. വാ ചായ കുടിക്കാൻ എഴുതിരായി. ഇത് നമുക്കിനി ദം പൊട്ടിക്കാം. ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇത് പിച്ചാത്തിയൊക്കെ വെച്ചിട്ടാണ് ദം പൊട്ടിക്കുന്നത്. ഇപ്പൊ നമുക്കും കുറയ്ക്കേണ്ട പിച്ചാത്തി വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കാം. ഇത് നല്ല സാറ്റിസ്ഫൈങ് ആണ് ഈ ഒരു പ്രോസസ്സ്. പക്ഷേ ബി കെയർഫുൾ, ചൂടുണ്ട്. പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു എന്തിനാ ഇങ്ങനെ മൈദ ചുറ്റി വെക്കുന്നത്. ഞാൻ അന്ന് വിചാരിച്ചത് ഇനി ആ മാവ് വെച്ചിട്ടാണോ നമുക്ക് കല്യാണ വീട്ടിലൊക്കെ പൊറോട്ട എടുക്കുക. കല്യാണ വീട്ടിൽ മാത്രമേ എനിക്ക് ദം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവർ നമ്മുടെ അടുക്കള കേട്ടിട്ടുള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞിനെ വിചാരിച്ചത് ആ മാവ് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി തരുന്നത്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ധാരണ. നല്ല മണമൊന്നും ഇല്ല. ഇങ്ങനെ മൂക്കടച്ചോണ്ടാന്ന് അറിയത്തില്ല. ഏതൊക്കെയാണ് ഒരു ഫ്ലേവർ ഉണ്ട്. ടേസ്റ്റ് എടുക്കും. നല്ല കടുപ്പുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അതിനൊന്നും തോന്നുന്നില്ല. നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇട്ട് സുന്ദരിയായില്ലേ നമുക്ക് ആലോചിക്കാം.
ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കടുപ്പ് കുറവാ. ഇതാണ് സാധനം, കുടിച്ചു നോക്കാം. ഗ്ലാസ്സിലെ വകുപ്പ് നമുക്ക് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ഒഴിക്കുകയാണ്. ബിക്കോസ് നമ്മൾ അടിച്ച ചായയാണ് കുടിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കാം. എന്തെങ്കിലും വ്യത്യാസങ്ങളൊന്നും ഗ്ലാസ് ഇത് ഞാൻ കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അത് റെഡിയാക്കി. ഇതിന് കടുപ്പ് വളരെ കുറവാണ്. ഞാൻ കടുപ്പം ഇഷ്ടമില്ലായില്ല. ഇതിലേക്ക് പിടിച്ചിരുത്ത് നാച്ചുറൽ ആയിട്ടിരിക്കണം. ഞാൻ ഇത് കൊണ്ടു തരാൻ പോവുക. ബൺമസ്കയും കഴിച്ചിട്ട് സത്യസന്ധ ചിരിച്ചുകൊണ്ടിരി. കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറ. ചായ ഇങ്ങനെയുണ്ട്. നീ ചുമ്മാ ചായ, സാധാ ചായ, റാണി ചായ അല്ല, ബ്രാൻഡ് ചായ. ഞാൻ ഇട്ടേന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല, എനിക്ക് നോർമൽ ചായ പോലാണ് തോന്നിയത്. ഗരം ചായ ഇങ്ങനെ ഇടുന്നു, റാണി ചായ അതൊക്കെ വീടിക്കകത്തുണ്ട്. എന്നൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി. എല്ലാം പറ്റിച്ചു. അതങ്ങനെ ഉണ്ടാക്കാം. എങ്ങനുണ്ട് ബൺമസ്ക? എങ്ങനുണ്ട്? കാര്യമായിട്ട് പറ. ചായക്കകത്ത് മുക്കി തിന്നണം, അതാ അതിന്റെ ടേസ്റ്റ്. ചായ എടുത്തു തരാം. അതിനകത്ത് അല്ല, ഞാൻ എടുത്തു തരാം. ഇതിനകത്ത് മുക്കി തിന്നണം, അതാ അതിന്റെ ടേസ്റ്റ്. അങ്ങനെ ഒന്ന് ചെറിയ വാസ വാ വലുതാക്കിയാ മതി. തിന്നോക്കേനി അവരോട് വര്. എങ്ങനെയുണ്ട്? മുക്കി തിന്നോട്ടെ. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മുഖത്തിനകത്ത് മുഖത്തിനും നടക്കിരിക്കുന്നു. ഇവനെയൊക്കെ എന്തിനുള്ള ഇത് വീഡിയോയിൽ കാണുന്ന അടക്കത്തെ ഹൈപ്പൊക്കെ ഉണ്ടോ? അറിഞ്ഞൂടാത്ത ഇതാനും ചായട്ടിയാണ്ട് അറിയാൻ പറ്റൂ. ഇല്ല പറശാന ചായ പക്ഷെ അപ്പഴ ഒത്തില്ല. എനിക്കറിയത്തില്ല എന്താ നിന്റെ തമ്മൊക്കെ ഇട്ടാ ചായ ഇട്ടത്. ബിരിയാണിക്ക് തമ്മ ഇടത്തില്ലേ വൈതാമ്പ ഒഴിച്ച്? അങ്ങനെ ഇട്ട ചായ എന്താ ദമ്മ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടതാ. ദമ്മുര മൈദാമ എടുത്തു. അതൊന്നും അഞ്ച് അങ്ങനെ ഇടുന്നത്. അങ്ങനെ അവരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്.